friends, എല്ലാവർക്കും റോഷിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കസ്കസ് വെച്ചിട്ടുള്ള ഒരു പുതിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇടയ്ക്ക് വെച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുമായിട്ട് ഞാൻ ഇതുവരെയും അത് ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ കസ്കസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാനുള്ള കസ്കസ്, അതായത് സബ്ജാസീഡ് എന്ന് നമ്മൾ പറയാറുണ്ട്, അതും ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് ബെനിഫിഷ്യൽ ഉള്ള ഒരു സീഡാണ് സബ്ജാസീഡ് അഥവാ കസ്കസ് സീഡ് എന്ന് പറയുന്നത്. ഇതിലധികമായിട്ട് ആന്റി ഓക്സിഡന്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അധികമായിട്ടുള്ള എണ്ണ അംശം കുറയ്ക്കാനും അതുപോലെ തന്നെ ഡെഡ് സെല്ലുകളെല്ലാം റിമൂവ് ചെയ്യാനും ഫേസിൽ നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീഡാണ് സബ്ജാസീഡ് എന്ന് പറയുന്നത്. കോപ്പറും കാൽസ്യവും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലുകൾക്ക് നല്ല ബലം കിട്ടാൻ സബ്ജാസീഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഉണ്ടാക്കാനുള്ള കസ്കസും പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ അതിൽ നിന്നും 3 സ്പൂൺ കസ്കസ്, ചെറിയ സ്പൂൺ ആണ് കേട്ടോ, 3 ചെറിയ സ്പൂൺ കസ്കസ് ഞാൻ അതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സ്പൂൺ കസ്കസ് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിലോട്ട് അതേ സ്പൂണിൻ്റെ അളവിൽ ഒരു 6 സ്പൂൺ നമുക്ക് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനെ സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലിനി നമ്മൾ പാലോ വെള്ളമോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെയായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് ആ പാക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. നല്ല തിക്കായിട്ടുള്ള ഒരു ജെല്ലി ആയിട്ടുള്ള ഒരു പരുവത്തിലാണ് നമുക്ക് ഈ കസ്കസിൻ്റെ ഈ പാക്ക് അരയ്ക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും ഷൈനിങ് കിട്ടാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ്. ഞാൻ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് ട്രൈ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയോണ്ടാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും തയ്യാറാക്കി നോക്കണം. നമ്മുടെ കസ്കസ് അരച്ചു വെച്ചേക്കുന്നത് കണ്ട് ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. അത് ഭയങ്കര സ്റ്റിക്കിയാണ്. നമുക്ക് ഇതിങ്ങനെ പേസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫുൾ ഇത് ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ 10 മിനിറ്റ് ആയതിനു ശേഷം ഇത് നല്ല സ്റ്റിക്കി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കൈ നനച്ചിട്ട് അതൊന്ന് ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാൻ നല്ല പാടായിരിക്കും. അതുകൊണ്ട് ഞാനിത് കൈവച്ച് തന്നെ ഇത് വെള്ളം നനച്ച് ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടവൽ വെച്ച് തന്നെ ഒപ്പിയെടുക്കാം. ഫേസ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ കസ്കസ് വെച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സ്കിന്നിന് നല്ല ഗ്ലോയിങ് എഫക്റ്റ് ഉണ്ട്.
അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.